Good afternoon. Today we have Vivek Vijayan. He's a Vedic astrologer. So we are glad to meet you, sir. Thank you so much. Such questions prepared. Shall I ask? So the first question is, intellect or intuition? Which one you trust the most? Intuition. Intuition. So can you explain it why? അത് നമ്മുടെ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരുന്നതാണ്. ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഷ്യസ്നെസ് നിന്ന് വരുന്നതാണ്. ആ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ വിശ്വസിക്കുന്നത് എൻ്റെ കോൺഷ്യസ്നെസ്സിനെയാണ്, എൻ്റെ ബോധത്തെയാണ്. കാരണം ഇൻ്റലിജൻസിൽ നിന്നും കിട്ടുന്ന കൃത്യമായിട്ടുള്ള അറിവ് അല്ലെങ്കിൽ ആ വിസ്ഡം എന്ന് നമ്മൾ പറയില്ലേ, അതാണ് നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ അല്ലെങ്കിൽ അതിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് ഉത്തരം തരും എന്ത് പറയണം, എങ്ങനെ പറയണമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുന്നത്. ഓക്കെ സർ. സർ ഇപ്പോൾ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ഐ ലൈ ഇൻ വെയിറ്റ്. യെസ്. ആ ബുക്കിൽ സർ ഒരു ആഗ്രഹിച്ചൊരു ക്വസ്റ്റ്യൻ വിച്ച് നോ വൺ ആസ്ക്ഡ് ടിൽ നെറ്റ്. അപ്പോൾ അത് ഏത് ക്വസ്റ്റ്യൻ ആയിരുന്നു? അത് ചോദിക്കുന്നത് ചോദ്യം എല്ലാവരും കമൻ്റായിട്ട് പറയുമെങ്കിലും ഇതുവരെ ആരും ചോദിക്കാത്തൊരു ചോദ്യമാണ്. ഇപ്പോൾ എന്നെക്കുറിച്ച് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് ലൈക്ക് ഇൻട്രൊഡ്യൂസ് ഒരു വേദിക് അസ്ട്രോളജറാണ്, അല്ലെങ്കിൽ സ്പിരിച്വൽ കാര്യങ്ങൾ മാത്രം ഡീൽ ചെയ്യുന്നൊരു വ്യക്തിയായിട്ടാണ് എല്ലാവരും എന്നെ കരുതിയിരിക്കുന്നത്. പക്ഷെ ആ നോവൽ വായിക്കുകയാണെങ്കിൽ അതിൽ വളരെ വയലൻ്റായിട്ടും അല്ലെങ്കിൽ വളരെ ഗ്രാഫിക്കായിട്ടുള്ള ഒരുപാട് സീൻസും വയലൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ പലരെയും അതിശയം എന്ന് പറയുന്നത് എന്നെപ്പോലത്തെ ഒരു സാത്വികൻ എങ്ങനെ ഇത്രയും ക്രൂരമായി ആൾക്കാരെ കൊല്ലുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അവരോട് മറിച്ചിട്ട് പറയാറുള്ളൊരു ഉത്തരം, ഇപ്പോൾ രാമായണം എഴുതിയത് വാൽമീകി എന്ന ഋഷിയാണ്. അപ്പോൾ അതിലിപ്പോൾ ശൂർപ്പണഖയുടെ മൂക്കും മറ്റ് അംഗങ്ങളൊക്കെ വെട്ടിക്കളയുന്നുണ്ട്. അപ്പോൾ അതിലും വലിയ വയലൻസ് ഒന്നും ഞാൻ എഴുതിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു മറുപടിയായിട്ട് ഞാൻ പറയാറ്. അതെ. സർ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഇപ്പം ഈ ബുക്കിൽ ഐ ലൈ ഇൻ വെയിറ്റ് എന്നുള്ള ബുക്കിൽ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ഏതായിരുന്നു? ഹാർഡസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ അതിലെ മെയിൻ ക്യാരക്ടർ തന്നെ മായ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ക്യാരക്ടർ തന്നെയായിരുന്നു. കാരണം ആ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ ഗ്രാഫ് എനിക്ക് അവസാനം വരെയും എന്നെ കുഴപ്പിച്ച ഒരു ക്യാരക്ടറാണ്. കാരണം എങ്ങനെ അത് എൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ആ കുട്ടിക്ക് എത്രത്തോളം കഴിവ് കൊടുക്കണം, ആ കഴിവ് എങ്ങനെ റിവീൽ ചെയ്യണം, അത് വലിയൊരു ടാസ്ക്കായിരുന്നു. അപ്പോൾ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള കഥാപാത്രം അത് തന്നെയാണ്. മറ്റതൊക്കെ പിന്നെ വേഗം കഴിഞ്ഞു, കാരണം റിസർച്ച് മെറ്റീരിയലിൽ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയെല്ലാം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത്ര ഇതില്ല. മറ്റേത് ഇപ്പം മായയെക്കുറിച്ച് എഴുതുമ്പോൾ റിസർച്ച് മെറ്റീരിയൽ വളരെ കുറവായിരുന്നു. അപ്പോൾ കൂടുതലും എൻ്റെ ഇമാജിനേഷനാണ് വേണ്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് തന്നെയായിരിക്കും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ക്യാരക്ടർ. സർ, പിന്നെ ഇപ്പം സാൻസ്ക്രിറ്റ് സ്കോളർ ഓർ ക്രൈം നോവലിസ്റ്റ് ഏതാണ് പ്രിഫർ ചെയ്യുന്നത്? സാൻസ്ക്രിറ്റ് സ്കോളർ എന്ന് പറയുമ്പോൾ സാൻസ്ക്രിറ്റ് സ്റ്റുഡൻ്റ് എന്ന് പറയാം. ഞാനിപ്പോഴും പഠിക്കുക തന്നെയാണ്. അത് നിർത്തിയിട്ടില്ല. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ ഒരു 2 ആഴ്ച മുമ്പ് കൂടി ഒരു സംസ്കൃതം കോഴ്സ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഐ എം റീലേണിങ്, അൺലേണിങ് അങ്ങനത്തെ പ്രോസസ്സിലൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ സാൻസ്ക്രിറ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് താല്പര്യം, മോർ ദാൻ എ ക്രൈം നോവലിസ്റ്റ്. സർ, ഇന്നത്തെ പ്രോഗ്രാമിനെ പറ്റിയിട്ട് 2 words. അയ്യോ, ഇന്നത്തെ പ്രോഗ്രാം എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. കാരണം എൻ്റെ ഒരു ലൈഫ് ടൈം ആംബിഷൻ എന്ന് പറയുന്നത് തന്നെ ഞാൻ പറയുന്ന കേൾക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സ്വപ്നം ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടു. ഒരുപാട് പേര് എനിക്ക് പറയാനുള്ളത് കേട്ടു. പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഇത്രയും ജയൻസ് വരുന്നൊരു പ്ലാറ്റ്ഫോമാണ്. അതിന് ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ച് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അടിച്ചു എന്ന് പറയാം. കാരണം ഇപ്പോൾ അഭയ് ആയാലും ഇപ്പോൾ എൻ്റെ പാനലിലൊപ്പം ഉണ്ടായിരുന്ന അവരായാലും അവരൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു കാലംശം പോലും ഞാൻ ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്ന ഒരു കണ്ടൻറ്റുമായിട്ട് ഞാൻ എല്ലാ ദിവസവും വരുന്നതേ ഉള്ളൂ. പക്ഷെ അവരൊക്കെ അതിന് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്തിട്ടും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ഒരു ശിശുവാണെന്ന് തന്നെ പറയാം. പക്ഷെ എന്നാലും എന്നെപ്പോലത്തെ ഒരു ആൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന മിർസാദ്, എൻറ്റയർ ടീം ഓഫ് CC25, I am really indebted to you. Yeah, thank you so much. ഇനി വരുന്ന ഇന്നോവേറ്റേഴ്സിന് എന്തെങ്കിലും 2 words? വരുന്ന ഇന്നോവേറ്റേഴ്സ് ഇനി കണ്ടന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ, ഓക്കെ, ബി ട്രൂത്ത്ഫുൾ ടു യുവർ സെൽഫ്. അതാണ് വേണ്ടത്. അതായത് ഇപ്പോൾ എൻ്റെ ഫെലോ പാനലിസ്റ്റ് മിഥുൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരു ട്രെൻഡിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഇനീഷ്യലി നിങ്ങൾക്ക് കുറച്ച് ലൈക്കും ഷെയറും ഒക്കെ കിട്ടിയെന്ന് വരാം. പക്ഷേ ഇൻ ദ ലോങ് റൺ അത് ലാസ്റ്റ് ചെയ്യില്ല. അതൊരു വൺ ഹിറ്റ് വണ്ടർ എന്നൊക്കെ പറയാൻ പറ്റില്ല.
പക്ഷെ കൃത്യമായിട്ട് നമുക്ക് ഉൾക്കൊള്ളുന്ന കണ്ടന്റ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതെന്തായാലും വിജയിക്കും. പിന്നെ ഒരിക്കലും പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എത്ര ഫോളോവേഴ്സ് കിട്ടി, എത്ര വ്യൂസ് വന്നു, അതിനെക്കുറിച്ച് ബോധർ ചെയ്യാതിരിക്കുക. കാരണം ഇപ്പോൾ 10 ഫോളോവേഴ്സാണ്, 10 പേര് നിങ്ങളുടെ ഒപ്പം ഉണ്ട്, നിങ്ങളുടെ കണ്ടന്റിന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ 10 പേരെ കണ്ടുള്ളൂ, ആ 10 പേര് നിങ്ങളുടെ കണ്ടന്റ് കണ്ടവരാണ്. അപ്പോൾ അത് 10 പിന്നെ പതുക്കെ കണ്ട് 100 ആവും. കാരണം ആ 10 പേര് പിന്നെയും ഇയാൾ ആ കണ്ടന്റ് ഇടണ്ടെന്ന് പറയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഷെയർ ചെയ്യും. അപ്പോൾ ഇയാൾ സ്ഥിരമായിട്ട് കണ്ടന്റ് ഇടുന്നുണ്ട്, അപ്പോൾ എന്നാൽ ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കാമെന്ന് പറഞ്ഞാൽ റീവിസിറ്റ് ചെയ്യുന്ന ഒരുപാട് പേരെ എനിക്കറിയാം, പേഴ്സണലി എനിക്ക് അറിയുന്നുണ്ട്. കാരണം പലരും റെക്കമെൻഡ് ചെയ്ത് വരുന്നവരുണ്ട്. പിന്നെ ഇൻട്രാക്ഷൻസ് അതും നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കേണ്ടതാണ്. എന്നെ പോലെ ആവരുത് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ കമൻ്റൊക്കെ വളരെ വിരളമായിട്ടേ നോക്കാറുള്ളൂ, മെസ്സേജസ് അങ്ങനെ നോക്കാറുമില്ല. അപ്പോൾ അതൊക്കെ എൻ്റെ പോരായ്മകളാണ്. അപ്പോൾ ആ പോരായ്മകളൊന്നും നിങ്ങൾ ആവർത്തിക്കരുത്. കൃത്യമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ദ ഗ്രോത്ത് വിൽ ബി സ്റ്റഡി ആൻഡ് ദോ ഇറ്റ്സ് സ്ലോ. അതാണ് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. So thank you, sir. Thank you so much. Yes.